എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവൂരിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് കറണ്ട് അഫയേഴ്സാണ്. ബേസിക് കറണ്ട് അഫയേഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 3 സഭകളാണ്: രാജ്യസഭ, ലോകസഭ, കേരളത്തിൻ്റെ നിയമസഭ. ഈ 3 സഭകളിലെ നിലവിലിരിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ രാജ്യസഭ. രാജ്യസഭയുടെ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? ഉപരാഷ്ട്രപതി, വൈസ് പ്രസിഡന്റ്. രാജ്യസഭയുടെ നിലവിലെ ചെയർമാനാണ് ജഗ്ദീപ് ധൻകർ. രാജ്യസഭയുടെ നിലവിലെ ചെയർമാനാണ് ജഗ്ദീപ് ധൻകർ. ഇന്ത്യയുടെ നിലവിലെ ഉപരാഷ്ട്രപതിയാണ് ജഗ്ദീപ് ധൻകർ. എപ്പോഴും രാജ്യസഭയുടെ ചെയർമാൻ ഉപരാഷ്ട്രപതിയായിരിക്കും. ചെയർമാൻ ജഗ്ദീപ് ധൻകർ. ആൾക്ക് കൂട്ടായിട്ട് ഡെപ്യൂട്ടി ചെയർമാൻ ആരാ? ഹരിവംശ് നാരായൺ സിംഗ്. ഡെപ്യൂട്ടി ചെയർമാനാണ് ഹരിവംശ് നാരായൺ സിംഗ്. ലീഡർ ഓഫ് ദി ഹൗസ്. രാജ്യസഭയിലെ നിലവിലെ നേതാവാണ് പീയൂഷ് ഗോയൽ. രാജ്യസഭയിലെ ലീഡർ ഓഫ് ദി ഹൗസ്, രാജ്യസഭയിലെ നിലവിലെ നേതാവാണ് പീയൂഷ് ഗോയൽ. ഒപ്പോസിഷൻ ലീഡർ ആര്? നിലവിലെ പ്രതിപക്ഷ നേതാവ് ആര്? രാജ്യസഭയിലെ നിലവിലെ പ്രതിപക്ഷ നേതാവാണ് മല്ലികാർജുൻ ഖാർഗെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ INCയുടെ നിലവിലെ പ്രസിഡന്റും കൂടിയാണ് മല്ലികാർജുൻ ഖാർഗെ. രാജ്യസഭയുടെ നിലവിലെ ഒപ്പോസിഷൻ ലീഡറാണ് മല്ലികാർജുൻ ഖാർഗെ. രാജ്യസഭയുടെ നിലവിലെ സെക്രട്ടറി ജനറലാണ് പ്രമോദ് ചന്ദ്രമോദി. PC മോഡി, പ്രമോദ് ചന്ദ്രമോദി. രാജ്യസഭയിൽ നിന്ന് നിലവിലെ വ്യക്തികളെ സ്ഥിരം ചെയ്യിക്കുന്ന 5 പേര്. ചെയർമാനാണ് ജഗ്ദീപ് ധൻകർ. ഡെപ്യൂട്ടി ചെയർമാനാണ് ഹരിവംശ് നാരായൺ സിംഗ്. ലീഡർ ഓഫ് ദി ഹൗസ് ആണ് പീയൂഷ് ഗോയൽ. ഒപ്പോസിഷൻ ലീഡർ, പ്രതിപക്ഷ നേതാവാണ് മല്ലികാർജുൻ ഖാർഗെ. രാജ്യസഭയുടെ നിലവിലെ സെക്രട്ടറി ജനറലാണ് പ്രമോദ് ചന്ദ്രമോദി. അടുത്തതാണ് ലോകസഭ. നിലവിലെ ലോകസഭ എത്രാമത്തെ ലോകസഭയാ? 17ാമത്. സ്ഥിരം ക്വസ്റ്റ്യൻ. ഇപ്പോഴത്തെ ലോകസഭ 17ാമത് ലോകസഭ. 2019 മുതൽ 2024 വരെ. 17ാമത് ലോകസഭയുടെ നിലവിലെ സ്പീക്കറാണ് ഓം ബിർള. സ്ഥിരം ക്വസ്റ്റ്യൻ. 17ാമത് ലോകസഭയുടെ നിലവിലെ സ്പീക്കറാണ് ഓം ബിർള. ഡെപ്യൂട്ടി സ്പീക്കർ വാക്കൻ്റ് ആണ്, നിലവിലില്ല. ഡെപ്യൂട്ടി സ്പീക്കർ 17ാമത് ലോകസഭയ്ക്ക് ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ല. ഇനി പ്രോട്ടേം സ്പീക്കർ പദവി വഹിച്ച വ്യക്തി ആരായിരുന്നു? വീരേന്ദ്രകുമാർ. ഒരു പുതിയ നിയമസഭയാണ് ലോകസഭ സമ്മേളിക്കുന്ന സമയത്ത് സഭയിലൊരു മുതിർന്ന നേതാവിനെയാണ് പ്രോട്ടേം സ്പീക്കറായിട്ട് നിയമിക്കുക. 2019 പ്രോട്ടേം സ്പീക്കർ പദവി വഹിച്ച വ്യക്തിയാണെന്ന് വീരേന്ദ്രകുമാർ. 17ാമത് ലോകസഭയുടെ ലീഡർ ഓഫ് ദി ഹൗസ് നേതാവ് ആരാണ്? നരേന്ദ്രമോദി. ഒപ്പോസിഷൻ ലീഡർ വാക്കൻ്റ് ആണ്. ഒപ്പോസിഷൻ ലീഡർ ഇല്ല, പ്രതിപക്ഷ നേതാവില്ല. ലോകസഭയ്ക്ക് പ്രതിപക്ഷ നേതാവില്ല. മല്ലികാർജുൻ ഖാർഗെ, അദ്ദേഹം രാജ്യസഭയുടെ ഒപ്പോസിഷൻ ലീഡറാണ്. ലോകസഭയ്ക്ക് പ്രതിപക്ഷ നേതാവില്ല. ഇനി 17ാമത് ലോകസഭയുടെ നിലവിലെ സെക്രട്ടറി ജനറൽ ആരാ? ഉത്പൽ കുമാർ സിംഗ്. നിലവിലെ സെക്രട്ടറി ജനറലാണ് ഉത്പൽ കുമാർ സിംഗ്. പുറത്തേക്ക് ഇപ്പോഴത്തെ ലോകസഭ 17ാമത് ലോകസഭയാണ്. 2019 മുതൽ 2024 വരെ. സ്പീക്കർ സ്ഥിരം ക്വസ്റ്റ്യനാണ് ഓം ബിർള. ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ല. പ്രോട്ടേം സ്പീക്കർ പദവി വഹിച്ച വ്യക്തിയായിരുന്നു വീരേന്ദ്രകുമാർ. ലീഡർ ഓഫ് ദി ഹൗസ് ആണ് നരേന്ദ്രമോദി. ഒപ്പോസിഷൻ ലീഡർ ഇല്ല, വാക്കൻ്റ് ആണ്. 17ാമത് ലോകസഭയുടെ നിലവിലെ സെക്രട്ടറി ജനറലാണ് ഉത്പൽ കുമാർ സിംഗ്. അടുത്തതാണ് കേരള നിയമസഭ. നിലവിലെ നിയമസഭ എത്രാമത് നിയമസഭയാ? 15ാമത്. 15ാമത് കേരള നിയമസഭ 2021 to 2026. 2026 വരെ നമുക്ക് ആവശ്യമുള്ള ടോപ്പിക്കാണ്. 2021 മുതൽ 26 വരെ 15ാമത് കേരള നിയമസഭ. 15ാമത് കേരള നിയമസഭയുടെ നിലവിലെ സ്പീക്കറാണ് AN ഷംസീർ. നിലവിലെ സ്പീക്കർ AN ഷംസീർ. ആൾക്ക് കൂട്ടായിട്ട് ഡെപ്യൂട്ടി സ്പീക്കറാണ് ചിറ്റയം ഗോപകുമാർ. നിലവിലെ ഡെപ്യൂട്ടി സ്പീക്കറാണ് ചിറ്റയം ഗോപകുമാർ. പ്രോട്ടേം സ്പീക്കർ പദവി വഹിച്ച വ്യക്തിയായിരുന്നു PTA റഹീം. പ്രോട്ടേം സ്പീക്കർ പദവി വഹിച്ച വ്യക്തിയാണ് PTA റഹീം. പ്രോട്ടേം PT അങ്ങനെ ഓർത്തേക്കുക. PTA റഹീം. ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ വ്യക്തികൾ തന്നെയായിരിക്കും ഓപ്ഷനിൽ വരാം. AN ഷംസീർ, ചിറ്റയം ഗോപകുമാർ, PTA റഹീം. പുറത്തേക്ക് പ്രോട്ടേം PTA റഹീം. ലീഡർ ഓഫ് ദി ഹൗസ് നിലവിലെ നേതാവാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിന് ഒപ്പോസിഷൻ ലീഡറാണ് VD സതീശൻ. 15ാമത് കേരള നിയമസഭയുടെ നിലവിലെ സെക്രട്ടറിയാണ് AM ബഷീർ. പുറത്തേക്ക് 6 പോയിന്റ്. 15ാമത് കേരള നിയമസഭ നിലവിലെ നിയമസഭ 15ാമത് കേരള നിയമസഭയാണ്.
2021 മുതൽ 26 വരെ. നിലവിലെ സ്പീക്കറാണ് AN ഷംസീർ. ആൾക്ക് കൂട്ടായിട്ട് ഡെപ്യൂട്ടി സ്പീക്കറാണ് ചിറ്റയം ഗോപകുമാർ. പ്രോട്ടേം സ്പീക്കർ പദവി വഹിച്ച വ്യക്തിയാണ് PTA റഹീം. ലീഡർ ഓഫ് ദി ഹൗസ് ആണ് പിണറായി വിജയൻ. ഒപ്പോസിഷൻ ലീഡർ 15ാമത് കേരള നിയമസഭയുടെ പ്രതിപക്ഷ നേതാവാണ് VD സതീശൻ. നിലവിലെ സെക്രട്ടറിയാണ് AM ബഷീർ. ഓക്കെ, താങ്ക് യു.